ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണല്ലോ ഫുൾജാർ സോഡ എന്ന് പറയുന്നത്. നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതിപ്പോൾ മിക്സിയിലാണ് എളുപ്പത്തിന് വേണ്ടി ഇത് അടിച്ചെടുക്കാൻ പോകുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് 2-3 ഞാൻ മുറിച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അധികം എരിവില്ലാത്ത ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 3 അല്ലി മൊസമ്പി ചേർക്കുന്നുണ്ട്. മൊസമ്പി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള നല്ല പുളിയുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് പുതിനയിലയാണ്. അത്യാവശ്യം കുറച്ച് പുതിനയില ചേർക്കണം. ഞാൻ ഒരു പിടിയോളം പുതിനയില നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത്ര ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതുകൊണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ആ അരിച്ചെടുത്ത ജ്യൂസ് ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ച് വെക്കുകയാണ്. അതിനി ഒന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ സോഡയിൽ ചേർക്കാനുള്ള തൂത്തുമല്ലിങ്ങ എന്നൊക്കെ പറയും, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സബ്ജ സീഡ്സോ ബേസിൽ സീഡ്സോ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ കശുകശ് എന്നൊക്കെ പറയത്തില്ല, അത്. ഇനി നമുക്ക് ഈ ഫുൾജാർ സോഡ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ തൂത്തുമല്ലിങ്ങ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാ സബ്ജ സീഡ്സോ ബേസിൽ സീഡ്സോ അതാണെങ്കിലും മതി. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ജ്യൂസിലോട്ട് ഇനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല. പിന്നെ ഇതിന് വേണ്ടത് സോഡയാണ്. ഞാനൊരു 330 ml ഒരു ചെറിയ ക്യാൻ സോഡ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനി ഈ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ സോഡയ്ക്കകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ചെറിയ പാത്രത്തിലുള്ള ആ മിശ്രിതം ആ പാത്രത്തോടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഫുൾജാർ സോഡ എന്ന് പറയുന്നത് ഒന്നുമില്ല, അല്പം എരിവും പുളിയും മധുരവും ഉപ്പും ഒക്കെയുള്ള ഒരു സോഡ നാരങ്ങാളം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, നല്ലതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. ഇതാണ് ഫുൾജാർ സോഡ. നമുക്കിത് ഇത്ര സിമ്പിളായിട്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.